ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാടൻ കേരള സ്റ്റൈലിൽ ഒരു ഹരിയാലി ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒട്ടും വെറുപ്പിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 5 വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് 2 രീതിക്ക് ഫ്രൈ ചെയ്തതുപോലെ ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന വലിയ താല്പര്യമില്ല. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 15 മിനിറ്റോളം വേണ്ടി വരും. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. പിന്നെ ലോ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നല്ല ഫ്രൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നമ്മുടെ ഒനിയനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പും കുറച്ച് കറുകാപ്പട്ടയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിക്കണ്ട, എന്നാലും കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. നല്ല ഉപ്പ് നമ്മൾ ഇടുമ്പോൾ നോക്കിയിട്ട് ഇടാം. നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം അത് കണക്കാക്കിയിട്ട് ഇടാം കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അത് വേവിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു കളറ് മാറിയിട്ട് ഒരു വെള്ള കളറിലോട്ട് നമ്മുടെ ചിക്കൻ വരുന്നതാണ് നമ്മുടെ പരുവം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ അത് ആ വെള്ള കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർത്ത് എടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്, ചിക്കൻ പൊടിഞ്ഞു പോകാണ്ടിരിക്കണം കേട്ടോ. പിന്നെ 1 ബൗള് തൈരാണ് എടുത്തേക്കുന്നത്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. പുറത്തു നിന്നുള്ള തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. കാരണം ഇതൊന്ന് നമ്മുടെ ചിക്കനിൽ പിടിച്ച് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യണക്ക് ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ തന്നെ നല്ല നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ചിക്കൻ. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ ഇടാൻ പോകുന്നത്. 1 ബൗളാണ് കുറച്ച് മിൻറ്റ്, കുറച്ച് പുതിനയില, മിൻറ്റും പുതിനയിലും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൈര് ഒഴിച്ച് നമ്മുടെ ഒരു 8-10 പച്ച മുളകുണ്ടല്ലോ, അതും കൂടി നല്ല പേസ്റ്റ് ആക്കി എടുത്ത് ഇതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് മിക്സ് ആകാനായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പം ഈ മിൻറ്റും ഈ മല്ലിയിലയാണ് ഏറ്റവും കൂടുതൽ തന്നെ ടേസ്റ്റ് നൽകുന്നത്. ആ ബിരിയാണിയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് ഇത് രണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹരിയാലി ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സാണ് നമ്മുടെ ബിരിയാണീനെ കറക്റ്റ് നാടൻ കേരള സ്റ്റൈൽ ബിരിയാണിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത ഒനിയനാണ് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റി ഒരു നല്ലൊരു ടേസ്റ്റാക്കി മാറ്റുന്ന ഈ ഫ്രൈ ചെയ്ത ഒനിയനാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് ആ ചിക്കനും ഒനിയനും ഒക്കെ നല്ലതായിട്ട് യോജിക്കുന്നത് പോലെ നല്ലവണ്ണം ആ ഒനിയൻ്റെ സത്തൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കുന്നത് പോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നാടൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ മസാലയാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയ മസാലയാണ് ഇതിന് ചേർത്ത് കൊടുക്കണേ. അതുകൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല നാടൻ ചിക്കൻ കറിയായിട്ട് മാറിയിട്ടുണ്ടാകും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതേ സമയത്ത് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൈസും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് ഞാൻ വേറൊരു അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പത്തേക്ക് നമ്മുടെ റൈസിനുള്ള പരിപാടി ചെയ്യുവാണ് കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഇച്ചിരി വലിപ്പമുള്ള പാത്രം കേട്ടോ. അപ്പോൾ ഒരു ബൗളോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് നമ്മുടെ റൈസ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് തോന്നുകയില്ല, പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇതിൽ കാഷ്യൂനട്ടും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഈ നെയ്യിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ റൈസിൽ നമ്മൾ ഇച്ചിരി പോലും ഓയിൽ ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ റൈസ് കഴിക്കാനും വേണ്ടിയിട്ടും. ഈ ഒരു നെയ്യാണ് ഈ റൈസിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ പരിപാടി തുടങ്ങാം. ഗ്രാമ്പൂവും ഏലക്കായും കുറച്ച് പെരുംജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്, പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഏലക്കായാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ റൈസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏലക്ക കീറിയിട്ട് ഒരു 8-10 ഇട്ട് കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടണം. ഞാനിവിടെ 4 കപ്പോളം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ റൈസ്, അതിനുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ഞാനിവിടെ ഒരു 6-7, അതായത് നമ്മൾ എടുത്ത റൈസിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 കപ്പാണ് എടുത്തത്, അപ്പോൾ 8 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, നമ്മുടെ റൈസിന് ആവശ്യത്തിന് ഉപ്പിടുക. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി നമ്മൾ തോർത്താൻ വെച്ചേക്കുന്ന നല്ല ഉണങ്ങി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. കുതിർത്ത് വെക്കണ്ട, അല്ലാണ്ട് നമ്മൾ റൈസ് കഴുകിയെടുത്ത് തോർത്താൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റൈസും വെള്ളവും ഒരേ പാകത്തിനാകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അത് നമ്മുടെ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ നെയ്യും ഒക്കെ പിടിച്ച് നല്ലൊരു ഇതാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ റൈസ് 5-10 മിനിറ്റ് അപ്പോഴേക്കും തന്നെ നമ്മുടെ റൈസ് റെഡിയാവും. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഏറ്റവും അടിയിലത്തെ ഭാഗത്തേക്കും നമ്മുടെ ചിക്കൻ മുഴുവനും അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗത്ത് തന്നെയാണ് ഇടുന്നത്. നമുക്ക് 3 ലെയറായിട്ടാണ് കിട്ടുന്നത്. ഒരു ലെയറിൽ നമ്മുടെ ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 2 ലെയറിൽ നമ്മൾ റൈസും പിന്നെ നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഗാർണിഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇടണ്ട, പകുതി ഇട്ടെടുക്കുക. അതിൻ്റെ മീതേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കനിൽ ഒനിയൻ ചേർക്കുമ്പോൾ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി, കാരണം നമുക്കത് ഗാർണിഷ് ചെയ്യേണ്ട സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങളുടെ കയ്യിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. ഇനി വീണ്ടും നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഇടുക. വീണ്ടും ഗാർണിഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ദം ചെയ്താൽ മതിയാവും കേട്ടോ. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ ആകാം, മീഡിയം ഫ്ലെയിം ആണെങ്കിൽ 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗം നല്ല കട്ടി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദമ്മൊക്കെ ചെയ്ത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിക്കാണ്. ഏറ്റവും അടിയിലത്തെ ഭാഗത്ത് നമ്മൾ ചിക്കൻ മാത്രം വെക്കുക, പിന്നീട് അതിൻ്റെ മീതയ്ക്ക് റൈസ്, പിന്നെ അതിൻ്റെ മീതയ്ക്ക് നമ്മുടെ ഗാർണിഷ് ചെയ്ത റൈസ്, അങ്ങനെയാണ് വെക്കണേ. അപ്പം നമ്മുടെ ഹരിയാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിവിടെ നമ്മുടെ സലാഡും കുറച്ച് പിക്കിളും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.